പെട്ടെന്ന് രാവിലെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന്. ഇതാണ് കേട്ടോ എൻ്റെ വീട്, നാട് ഒക്കെ. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് നമ്മളെയും കൂടെ കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് അതുവഴി പോയല്ലോ എന്ന് വെച്ചിട്ട് നമ്മളെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് താഴെ നിൽക്കുകയാണ്. അപ്പോൾ ദേവട്ടൻ ടാറ്റയെ കൊടുക്കുന്നുണ്ട്. ടാറ്റ അല്ല യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്, അച്ഛൻ വാ 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 എന്ന് വിളിക്കുകയാണ് കേട്ടോ. നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം നമ്മളെയും പിക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകും കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നോക്കിപ്പോയില്ല, അതുകൊണ്ടാണ് തീരെ പോയത്. അമ്മ വീണെന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ വെക്കേഷനേ പോകത്തുള്ളായിരുന്നു. വെക്കേഷന് പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് സുഖമില്ല എന്ന് പറയുന്നത്. പിന്നെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് പോകാതിരിക്കുന്നതെന്ന് വെച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയ വഴിക്ക് നമ്മൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കൂടെ പോയിട്ടാ. ഇനി കാണുന്നതാണ് എൻ്റെ അമ്മ. ഞാൻ പോയ സമയത്ത് വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ പോയത്. ചോറും തോരനും മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും പയർ മെഴുക്കുരട്ടിയും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. ചേട്ടൻ്റെ ചോറ് കിട്ടണമായിരുന്നു, അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കി. അപ്പോൾ അതെല്ലാം ബാക്കി നമുക്ക് കഴിക്കാനുള്ളതും വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ ചേർത്ത് എല്ലാം കൊണ്ടാണ് പോയത്. നമ്മൾ പോകുന്ന നേരത്തെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള ചോറ് അവർ തലേ ദിവസത്തെ ചോറെന്തോ ഉണ്ടായിരുന്നു, അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയത് തന്നെ ഉപകാരമായി. അല്ലെങ്കിലും ഞാനിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയ ചോറും കറികളൊക്കെ വെച്ച് എല്ലാവർക്കും ചോറ് കൊടുത്തു കേട്ടോ. ദേവട്ടനും വാവച്ചിക്കും. ദേവട്ടനാണെങ്കിൽ അങ്ങ് ത്രില്ലടിച്ചിരിക്കുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറല്ല അവൻ കഴിക്കുന്നത് അത്രയും പയർ മെഴുക്കുരട്ടിയാണ്. അവൻ ഈ പയർ മെഴുക്കുരട്ടി, വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറ് അങ്ങനെ കഴിച്ചില്ല, ആ മെഴുക്കുരട്ടി മാത്രം കംപ്ലീറ്റ് തീരുന്നേരം കഴിച്ചു. എന്നിട്ട് എൻ്റെ കൊച്ചു കണ്ടില്ല, അത് രസം മാത്രം ഒഴിച്ച് വെറും ചോറാണ് കേട്ടോ കഴിച്ചത്. എന്തൊക്കെ കൂട്ടാണെങ്കിലും അവൾ അത് വെച്ചിട്ടേ കഴിക്കത്തുള്ളൂ. ഞാൻ എല്ലാ കറികളും എല്ലായിടത്തും ഞാനും കുറച്ച് ചോറ് കഴിച്ചു. അമ്മയ്ക്കും കൊടുത്തു, അച്ഛനും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഒരു ചക്കയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ, വരിക്കച്ചക്ക. അപ്പോൾ അത് വെച്ചിട്ട് ചക്ക അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇലയപ്പമൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം ചായയും കുടിച്ച് നമ്മളെല്ലാവരും കൂടെ ചായ കുടിച്ചേട്ടോ. ചായയും കുടിച്ച് ഇലയപ്പം കഴിച്ച് എല്ലാവരും കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഒരു ഹാപ്പി അല്ലേ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. എല്ലാവരും കൂടെ ഉള്ളപ്പം അതൊരു രസമാണ് കേട്ടോ. എല്ലാവർക്കും കൂടെ കൊടുക്കുമ്പോഴത്തേനും കഴിക്കുന്നതേ അറിയില്ല. മാമ എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയോ? മാമൻ്റെ കപ്പിലാണ് ദേവട്ടൻ ചായ കുടിക്കുന്നത്. മാമ സ്ഥിരമായിട്ട് കുടിക്കുന്ന കപ്പാണ്. അവൻ കണ്ടിട്ടുണ്ട് മാമ അതിൽ കുടിക്കുന്നത്. അതാണ് മാമ എന്ന് വിളിച്ച് വിളിച്ചാൽ കപ്പിലെ ചായ കുടിക്കുന്നത്. അത് കുടിക്കുക.